ഭാഗവത ആചാര്യൻ പള്ളിക്കൽ സുനിലിന്റെ പിതാവ് ഓച്ചിറ മഠത്തിൽ ഭാസ്കരപിള്ളയുടെ സ്മരണാർത്ഥം ആവിഷ്കരിക്കുന്ന സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും കുലദേവതാ പ്രതിഷ്ഠയും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം സഹകരണ എക്സൈസ് മന്ത്രി എം ലിജു നിർവഹിച്ചു. ഭാഗവത ആചാര്യൻ പള്ളിക്കൽ സുനിലിന്റെ പിതാവ് ഓച്ചിറ മഠത്തിൽ ഭാസ്കരൻ പിള്ളയുടെ സ്മരണാർത്ഥം ആവിഷ്കരിക്കുന്ന സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും കുലദേവതാ പ്രതിഷ്ഠയും നടന്നു. പള്ളിക്കൽ സുനിലിന്റെ വസതിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു നിർവഹിച്ചു. കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ശക്തമായ പദ്ധതികൾ ഭാഗവത യജ്ഞങ്ങളിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗവത ആചാര്യനാണ് പള്ളിക്കൽ സുനിലെന്ന് മന്ത്രി പറഞ്ഞു. ഈ ഒരു ചടങ്ങിന്റെ പ്രാധാന്യം പ്രത്യേകിച്ച് ഭാഗവത ഹംസം പള്ളിയൂർ തിരുമേനിയുടെ പേരിൽ നടക്കുന്ന ഇത്തരമൊരു ചടങ്ങിൻ്റെ പ്രാധാന്യവും പ്രിയങ്കനായ സുനിലേട്ടൻ്റെ മാതാപിതാക്കളുടെ പേരിലുള്ള പദ്ധതിയുടെ ഉദ്ഘാടനമായതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എനിക്കൊന്ന് എണ്ണിത്തീരാൻ പറ്റുമോ എനിക്കറിയില്ല, എണ്ണിത്തീരാൻ കഴിയാത്ത വേദികളിൽ ഭഗവത് മഹാത്മ്യം വിവരിച്ച് പുതിയ കാലഘട്ടത്തിൽ കലികാലത്തിൽ എങ്ങനെയാണ് മനുഷ്യർ ഭഗവാനെ സ്മരിച്ച് ഭഗവാനെ ഭജിച്ച് ധർമ്മത്തെ സംരക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ സരസമായി ലളിതമായ ഭാഷയിൽ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന ശ്രീ പള്ളിക്കൽ സുനിലിൻ്റെ ദൈവിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരിൽ നടത്തുന്ന പദ്ധതികൾ ഏറ്റവും ഗംഭീരമായി ഈ ഗ്രാമത്തിന് അങ്ങേറ്റം ഐശ്വര്യം പകർന്നുകൊണ്ട് നമ്മുടെ നാടിന് ഐശ്വര്യം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദേവിയുടെ പ്രതിഷ്ഠാ ചടങ്ങുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആധ്യാത്മിക രംഗത്ത് ഉള്ള വളരെ ആഴത്തിലുള്ള അറിവ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സ്ഥാപനത്തോടെ പ്രതിഷ്ഠയോടെ കൂടുതൽ ആളുകൾക്ക് ഇങ്ങോട്ട് വന്നു ചേരാനും അദ്ദേഹത്തിൻ്റെ അറിവും ഉപദേശവും ലഭിക്കുന്നതിലൂടെ അവർക്കും നാടിനും പ്രകാശം പരത്താൻ ഇടയാകട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. പൗർണമിക്കാവ് ക്ഷേത്രം ട്രസ്റ്റി MS ഭുവനചന്ദ്രന്റെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. മിസോറാം മുൻ ഗവർണറും NDA നേതാവുമായ കുമ്മനം രാജശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ ഷീല സുനിൽ കുമ്മനം രാജശേഖരനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സാമൂഹ്യ സേവന പദ്ധതികളുടെ നിക്ഷേപങ്ങളുടെ ചെക്ക് കുമ്മനം രാജശേഖരൻ ബാങ്ക് അധികൃതർക്ക് ചടങ്ങിൽ കൈമാറി. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G രമേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ M ശ്യാമളാദേവി, പ്രൊഫസർ V വാസുദേവൻ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ കറ്റാനം ഷാജി, കൊച്ചുതറയിൽ വാസുദേവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S ശരത്ത്, ചേലക്കാട് രാധാകൃഷ്ണൻ, ചെറുപ്പുറത്ത് മുരളി, N ഷാജി, പാലമുറ്റത്ത് വിജയകുമാർ, കോശി അലക്സ്, B വിശ്വനാഥൻ, അഡ്വക്കേറ്റ് രാജീവ് രാജധാനി, ജയന്തകുമാർ, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രാജീവ്, വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, സെക്രട്ടറി BS വിനോദ്, ട്രഷറർ സാഗർ മക്കാടം, ഭരണസമിതി അംഗം PK വിക്രമൻ, തിരുവനന്തപുരം ഗണേശോത്സവ ട്രസ്റ്റ് ഭാരവാഹികൾ അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ, ബ്ലൂ സ്റ്റാർ രാധാകൃഷ്ണ മേനോൻ, ജയശേഖർ, കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. പൗർണമിക്കാവ് സാമ്പ്രദായ പ്രകാരം നടന്ന പൂജകൾക്ക് പൗർണമിക്കാവ് അർച്ചകൻ സാജൻ പോറ്റിയും പൂജകൻ ലാൽ പോറ്റിയും നേതൃത്വം നൽകി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.